എല്ലാ പ്രിയമുള്ളവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങൾ. കർത്താവിന്റെ നാമം ഈ രാവിലെയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുസന്നിധി എന്നുള്ള ഈ ശുശ്രൂഷ 150 എപ്പിസോഡുകൾ പിന്നിടുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അതിന് പ്രാപ്തി നൽകി. ധാരാളം പ്രിയമുള്ളവർക്ക് ഈ സന്ദേശങ്ങൾ അനുഗ്രഹമായി തീർന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ഈ ശുശ്രൂഷകൾക്ക് ആവശ്യമാണ്. ഓരോ പ്രഭാതങ്ങളിലും ലഭിക്കുന്ന ദൈവദിനത്തിന്റെ ഈ ദൂതുകൾ, ആത്മീയ പ്രബോധനങ്ങൾ, തിരുവഴുത്തിന്റെ വ്യാഖ്യാനങ്ങൾ, പ്രവചന ശബ്ദങ്ങൾ, ഇതെല്ലാം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് അത് ആശ്വാസമാണ്, വിടുതലാണ്, സൗഖ്യമാണ്, ഒരാത്മീകമായ അനുഗ്രഹമാണ്. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ അത്യന്തികമായ പദ്ധതി. അതുകൊണ്ട് നാം കഴിഞ്ഞ 150 ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് പുതിയ നിയമഭാഗങ്ങളാണ്. കാരണം കർത്താവ് തന്നെ പറയുന്നു, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ. യേശു നിത്യജീവന്റെ ദാതാവാണ്. കർത്താവ് ഈ ഭൂമിയിൽ വന്നത് തന്നെ ജീവൻ നൽകുവാനാണ്. ആ ജീവൻ സമർത്ഥമായ ജീവനാണെന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമ ഭാഗങ്ങൾ നാം പഠിക്കുന്തോറും ജീവന്റെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നാം ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് കഴിഞ്ഞ നാളുകളിൽ രക്ഷയെക്കുറിച്ച്, ദൈവനീതിയെക്കുറിച്ച്, വിശ്വാസത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച്, പ്രത്യാശയെക്കുറിച്ച്, ദൈവമഹത്വത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് പ്രകാരമുള്ള നിരവധി സബ്ജക്റ്റുകൾ പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ പഠനം കൃപയെക്കുറിച്ചാണ്. കൃപയുടെ വ്യത്യസ്തമായ തലങ്ങളിൽ പല കാര്യങ്ങൾ വിചിന്തനം ചെയ്യുവാൻ ദൈവം ഇടയാക്കി. കൃപ കരുണയേക്കാൾ ശ്രേഷ്ഠമാണ്, അത് നീതിയേക്കാൾ ശ്രേഷ്ഠമാണ്, ന്യായപ്രമാണത്തെക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ളതെല്ലാം നാം ഈ ദിവസങ്ങളിൽ വളരെ ആഴത്തിൽ ചിന്തിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. ദൈവത്തിന് നമ്മോടുള്ള പ്രീതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം തുടങ്ങിയത്. എന്നാൽ തുറന്നുള്ള നമ്മുടെ പഠനങ്ങളിൽ കൃപ അതിലും എത്രയോ അധികമാണ്. അർഹിക്കാത്ത പ്രീതിയാണ് കൃപ. ഒരു ചുവടൂടെ മുന്നോട്ട് കടന്ന് നാം ചിന്തിച്ചാൽ അപ്രീതി മാത്രം അർഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന അർഹിക്കാത്ത പ്രീതിയാണ് കൃപ എന്നാണ് നാം പഠിച്ചു കഴിഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കരുണയുടെയും ഔദാര്യത്തിന്റെയും ആഴമളക്കാനാവാത്ത മഹാസമുദ്രമാണ് കൃപ എന്നുള്ളത്. ഗ്രേസ് എന്നുള്ള വാക്കാണ് ബൈബിളിൽ കൃപയ്ക്ക് നൽകിയിരിക്കുന്നത്. അതിന് ഒരു പാശ്ചാത്യ ലോകത്തിൽ നിന്ന് ഒരു വേദശാസ്ത്രജ്ഞൻ നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ ഇപ്രകാരമാണ്: GRACE, ഗോഡ്സ് റിച്ച്നെസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള ചെലവിൽ ദൈവത്തിന്റെ ധനമാണ് കൃപ. ആയതിനാൽ പ്രിയരെ, ഈ കൃപയുടെ ദൈവപക്ഷം വിശദീകരിക്കുവാൻ ഏത് ഭാഷയിലും വാക്കുകൾക്ക് പരിമിതിയുണ്ട്. അയോഗ്യനും പാപസമ്പൂർണനുമായ മനുഷ്യന്റെ മേൽ ചൊരിഞ്ഞ അനർഹവും സൗജന്യമായ ആനുകൂല്യമാണ് കൃപ എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കരുണാസമ്പന്ന ദൈവം പാപിക്ക് അല്ലെങ്കിൽ കോപത്തിന്റെ മക്കൾക്ക് നേരെ പ്രദർശിപ്പിച്ച മഹാസ്നേഹമാണ് കൃപ. നാം പഠിച്ചു കഴിഞ്ഞത് സകല മനുഷ്യർക്കും ലഭിച്ച രക്ഷയാണ് കൃപ. നാം പാപികളും അഭക്തരും ബലഹീനരും ദൈവത്തിന്റെ ശത്രുക്കളും ആയിരിക്കും. ക്രിസ്തു തക്ക സമയത്ത് നമുക്ക് വേണ്ടി മരിക്കുക വഴി നമ്മോട് കാണിച്ച ദൈവ സ്നേഹമാണ് കൃപ. പ്രിയരെ, ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ ഈ കൃപയ്ക്ക് ബൈബിളിൽ നൽകിയിരിക്കുന്ന വിവിധ പേരുകൾ നമുക്കൊന്ന് മനസ്സിലാക്കുമ്പോൾ കൂടുതൽ ഉൾക്കാഴ്ച ലഭിക്കുന്നതിനായി നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൃപയെക്കുറിച്ച് നാം പഠിച്ചു. വിശുദ്ധ തിരുവെഴുത്തുകൾ വീണ്ടും പഠിക്കുന്നതോറും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ കൃപയുടെ നിരവധി ഇടപെടലുകൾ നമുക്ക് കാണുവാൻ കഴിയും. പിതാവാൻ ദൈവത്തെ സർവ്വകൃപാലുവാൻ ദൈവം, ദ ഗോഡ് ഓഫ് ഓൾ ഗ്രേസ്, 1 പത്രോസ് ലേഖനം 5:10 അങ്ങനെ ഇവിടെ വിളിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ പേര് തന്നെ കൃപ. 2 കൊരിന്ത്യർ ലേഖനം 8:9 കൃപയെ പെരുക്കുന്നവൻ ശക്തൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കട്ടെ എന്നുള്ള ആശീർവാദം അവിടെ ക്രിസ്തുവിൽ നിന്ന് പ്രവഹിക്കുന്നത്, പുറപ്പെടുന്നത്, പകരപ്പെടുന്നത് എല്ലാം കൃപയാണ്. കാരണം യേശു കൃപ നിറഞ്ഞവനാണ്. ബൈബിൾ വ്യക്തമാക്കുന്നത് അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ. ഒത്തിരി ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് പാൽക്കാലം നമുക്ക് ഇടയാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ഒക്കെ ഈ കൃപയെ അപ്പോസ്തലൻ വർണ്ണിക്കുമ്പോൾ തനിക്ക് കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് ലേഖനങ്ങളിൽ ഈ കൃപയെ വിവരിച്ചിരിക്കുന്നത്. എഫെസ്യ ലേഖനത്തിൽ മാത്രം പഠനത്തിൽ കൃപാധനം, കൃപയുടെ അത്യന്തധനം, അപ്രമേയ ധനം, മഹിമാധനം, തേജസ്സിന്റെ ധനം, പ്രിയമുള്ളവരെ, ഇതെല്ലാം ക്രിസ്തുവിൽ നിന്ന് കൃപ മുഖാന്തരം വെളിപ്പെട്ട് വരുന്ന അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് കൃപ എന്ന സത്യം വ്യത്യസ്ത വാക്കുകളിൽ ബൈബിളിൽ പ്രദർശിപ്പിക്കും. ഇപ്പോൾ നാം കണ്ടു കഴിഞ്ഞത് തൃത്വത്തിൽ കൃപ ശക്തമായി നിൽക്കുന്നു. സർവ്വകൃപാലുവാൻ ദൈവം, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ, അപ്പോൾ തന്നെ കൃപയുടെ ആത്മാവ്. അങ്ങനെ ദൈവിക തൃത്വത്തിലെ 3 ആളത്വങ്ങളും ഇപ്രകാരം കൃപയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏകദേശം 160 പ്രാവശ്യം ബൈബിളിൽ കൃപ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കും. അതിൽ 128 പ്രാവശ്യവും പുതിയ നിയമത്തിലാണ്. നമുക്ക് പുതിയ നിയമത്തിലെ കാര്യങ്ങൾ മാത്രം ഒന്ന് പെട്ടെന്ന് നോക്കാം. 1 ഗ്രേസ്, കൃപ, റോമലേഖനം 1:6, യോഹന്നാൻ 1:14. അടുത്തത് കൃപയ്ക്ക് അനുയോജ്യമായി ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം ലാവണ്യം, ഫേവർ. ലൂക്കോസിന്റെ സുവിശേഷം 4:22, സങ്കീർത്തനം 45:2 ലാവണ്യ വാക്കുകൾ. മൂന്നാമത്താണ് പ്രീതി, പ്ലഷർ.
അപ്പോസ്തലപ്രവൃത്തി 24:27-25-9. അടുത്തത് സമ്മതം, ലിബറലിറ്റി, 1 കൊരിന്ത്യർ 16:3. അടുത്തത് അനുഗ്രഹം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആനുകൂല്യം, ബെനിഫിറ്റ്, 2 കൊരിന്ത്യർ ലേഖനം 1:15. വീണ്ടും നാം കാണുന്നത് സന്തോഷം എന്ന വാക്കാണ്, ജോയ്. ഫിലിപ്പിയ ലേഖനം മൊത്തവും സന്തോഷത്തെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഫിലോമോന്റെ ലേഖനം 1-7 വാക്യം. വീണ്ടും ഏറ്റവും കൃപയോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു വാക്കാണ് പ്രസാദം, അല്ലെങ്കിൽ അംഗീകാരം. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെ അക്സെപ്റ്റൻസ്, 1 പത്രോസ് 2:20. കൃപയോട് ചേർന്ന് പറയുന്ന മറ്റൊരു വാക്കാണ് വരം, കൃപാവരം. എഫേസ്യർ ലേഖനം 4:8, ഗിഫ്റ്റ് അല്ലെങ്കിൽ ദാനം. വീണ്ടും നാം കാണുന്ന അടുത്തൊരു പദം സ്ട്രെങ്ത് എന്നാണ്, വീണ്ടും താങ്ക്സ് അല്ലെങ്കിൽ സ്തോത്രം, സ്തുതി. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ എല്ലാ വാക്കുകളും മൂലഭാഷയിൽ കൃപ എന്ന വാക്കിനോട് ചേർത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഇന്നത്തെ എന്റെ ദൂത് ഇതൊരു പഠനമാണ്. ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. രക്ഷ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, ശുശ്രൂഷ അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ, വീണ്ടെടുപ്പ് അതിന്റെ പ്രാരംഭ പടി മുതൽ പൂർത്തീകരണം വരെ, ശുദ്ധീകരണം അതിന്റെ ഉദയം മുതൽ അസ്തമനം വരെ കൃപയിലാണ്, കൃപയിലൂടെയാണ്, കൃപ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയുടെ ഇന്ന് നാം കേട്ട ഈ പ്രത്യേക പര്യായങ്ങൾ അത് ശക്തിയായും പ്രസാദമായും വരമായും ദാനമായും സന്തോഷമായും ആനുകൂല്യമായും അനുഗ്രഹങ്ങളായും പ്രീതിയായും ലാവണ്യമായും കരുണയായും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ദൂതുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ബൈബിൾ ഭാഗങ്ങൾ ദയവായി വായിക്കുക, നോട്ടുകൾ കുറിക്കുക, ആവർത്തിച്ച് ദൈവദിനം വായിച്ച് നാം പ്രാർത്ഥന മുറികളിൽ കൃപയിൽ ഒന്ന് ശക്തിപ്പെട്ടാട്ടെ. കൃപയിൽ ശക്തിപ്പെടുന്നോറും നിങ്ങളൊരു പുതിയ മനുഷ്യനായി അവിടെ നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരുന്ന ചൈതന്യവും പുഷ്ടിയും കരുത്തും ശക്തിയും ഓജസ്സും തേജസ്സും എല്ലാം കൃപ മുഖാന്തരം നിങ്ങളുടെ മേൽ പകരപ്പെടുന്നതാണ്. അതുകൊണ്ട് ധാരാളമായ കൃപ ലഭിക്കുന്ന നിമിഷങ്ങളാണ് ഈ പ്രാർത്ഥനാ സമയങ്ങൾ. ദയവായി ഓടി ദൈവസ്ഥലേക്ക് അടുത്ത് വന്നാട്ടെ. നമുക്ക് ഒത്തിരി കൃപ പ്രാപിക്കേണ്ട നിമിഷങ്ങളാണ്, ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം ഇന്നത്തെ ഈ ജീവിത സാഹചര്യങ്ങളിൽ മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ആവശ്യം ദൈവകൃപയാണ്. ദൈവകൃപ ഉള്ളിടത്ത് എല്ലാം ഉണ്ട്. സൗഖ്യമുണ്ട്, സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, ഉയർച്ചയുണ്ട്, നന്മകളുണ്ട്, നിറവുണ്ട്, സമൃദ്ധിയുണ്ട്. അതെ, ഇതിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.